ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഒരുപാട് വാട്ടി 18 ചെയ്തില്ലേ എന്നാൽ അത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടേ നിന്നാൽ മതി. എന്നാൽ ഒരു വാട്ടി കുക്കിൻ്റെ ഒന്ന് കണ്ടാലോ. ഇന്ന് ഞാൻ എന്തൊക്കെയോ കുക്ക് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ചെയ്യുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതാണ്. ഫുഡ് കഴിക്കണ പോലെ അത്ര സുഖമൊന്നുമില്ല. രാവിലെ തന്നെ ഉണ്ടാക്കിയത് ഞാൻ അപ്പവും അതേപോലെ ചെറുപയറും കറിയൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ നമ്മുടെ വീട്ടിൽ ദേശീയ ഭക്ഷണം തന്നെയാണ്. ഒരു 365 ദിവസം ഒരു വർഷത്തിലുണ്ടെങ്കിൽ നമ്മൾ അപ്പം ഒരു 300 ദിവസം അയക്കാറുണ്ടാക്കൽ. അങ്ങനെ നമ്മുടെ വീട്ടിൽ അപ്പം തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പം ഈ ദേശീയ ഭക്ഷണമായിട്ട് കൊണ്ടെടുക്കുന്നത് അതിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. തലേ ദിവസം മാവ് ആട്ടിയേക്കാളെ ഒരു ചെറിയ മടി കൂടിയുണ്ട്. അതുകൊണ്ടൊക്കെ ഈ കാര്യം ഞാൻ ഇതന്നെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചായ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കട്ടൻ ചായ കേട്ടോ ഉണ്ടാക്കിയത്. രാവിലത്തെ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞേക്കാണ് രണ്ടാമത് തുടങ്ങുന്നത്. പിന്നെ ലഞ്ചിനുള്ള പണിയും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ചെറുപ്പം തൊട്ടേ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ചെറുതിനെ വീട്ടിൽ എന്തെങ്കിലും കൊടുന്ന് ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അധികം ഞാൻ തന്നെ ഉണ്ടാക്കാൻ നോക്കലുണ്ട്. ചിക്കനൊക്കെ ആണെങ്കിൽ പിന്നെ മെയിനായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കൽ. അപ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് ഭയങ്കരമായിട്ട് ക്ഷമയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കി പഠിക്കാൻ പറ്റുള്ളൂ. എന്നാലും എൻ്റെ ഫുഡ് ഒരു ടേസ്റ്റും ഇല്ലയെന്ന് എനിക്കറിയെങ്കിലും എൻ്റെ ഉമ്മയും ഉപ്പി നല്ലോണം ആസ്വദിച്ച് കഴിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ബ്രദറാണെങ്കിൽ എൻ്റെ കറികളെയൊക്കെ മല്ലിക്കറി എന്നുള്ള പേരിൽ ഓമനപ്പേരിട്ടാണ് വിളിച്ചിരുന്നത്. പിന്നെ ഈ ഫേമസ് ആയിട്ടുള്ള മല്ലിക്കറി അല്ലാതെ വേറൊന്നും ഇല്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെ എൻ്റെ അനിയന് അത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കഴിക്കലൊക്കെ ഉണ്ട്. എൻ്റെ ഉമ്മ ഇപ്പോൾ എന്തുകൊണ്ടാണ് അന്നൊരു കുറ്റം പറയാതെ കഴിച്ചതിൻ്റെ കാരണം എന്ന് എനിക്കിപ്പോൾ ഇന്ന് ഞാനൊരു ഹൗസ് വൈഫ് ആയപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത്രയും പണിയും തിരക്കും കാര്യങ്ങൾക്കിടയിൽ ഒരാളിപ്പോൾ ഒരു കറി ഉണ്ടാക്കിയാൽ അത് ലാഭം എന്ന് വിചാരിച്ചിട്ടേക്കാരും ഉമ്മയൊന്നും ഒരു കുറ്റം പറയാതെ കഴിച്ച്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അതോടെ എൻ്റെ ഫുഡ് ഉണ്ടാക്കാനുള്ള കോൺഫിഡൻസ് അങ്ങോട്ടാണ് കൂടി വരിക ചെയ്തത്. എൻ്റെ ഉമ്മ പറഞ്ഞ അതേ അളവിൽ ഞാൻ മസാലയും കാര്യങ്ങളും എല്ലാതും ഇട്ടുകൊണ്ട് അന്നിൻ്റെത് നന്നായത്. പിന്നെ മുതൽ ചിക്കൻ കൂടിയാലും കുറഞ്ഞാലും ഞാൻ അതേ അളവിലെ മസാലയും കാര്യങ്ങളൊക്കെ ഇടലുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ചിക്കൻ എങ്ങാനും കുറഞ്ഞു പോയാൽ എൻ്റെ കറി നല്ലോണം മസാലയൊക്കെ ഉള്ള നല്ലൊരു മല്ലിൻ്റെയൊക്കെ ടേസ്റ്റ് ഉള്ളൊരു കറിയായിട്ടാണ് മാറൽ. എന്നാൽ ചിക്കൻ കൂടിപ്പോയാൽ വെള്ളം വിട്ടൊരു കറിയേക്കാരും. അപ്പോൾ ഞാനതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടി കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ടൊന്ന് കുറുക്കിയെടുക്കും. അതോടെ പിന്നെ രണ്ടാമത് എൻ്റെ കറി മല്ലിക്കറി തന്നെയായിട്ട് മാറും. അങ്ങനെയാണ് മല്ലിക്കറി ഉണ്ടാക്കിയാണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഫേമസ് ആയതുകൊണ്ട് നിൽക്കുന്നത്. അന്നത്തെ കുഞ്ഞു മനസ്സിന് ഈ മസാലൻ്റെ അളവും കാര്യങ്ങളൊന്നും മാറ്റണം എന്നുള്ള വലിയ അന്തൊന്നും ഇല്ലായിരുന്നു എന്നാണ് എനിക്കിന്ന് തോന്നുന്നത്. പിന്നെ എൻ്റെ സിസ്റ്റർ പറഞ്ഞൊരു ടൈമിലാണ് എനിക്ക് മനസ്സിലായത് ഈ മസാലൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിയാലേ കറിയൊക്കെ നന്നാവുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ കറിയും ഏകദേശമൊക്കെ നന്നാൻ തുടങ്ങി. ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റോറി ഏകദേശം 10 വർഷത്തിന് മുമ്പുള്ളതാണ്. എന്നാൽ ഈ ഇടയിൽ കൂടി എൻ്റെ ബ്രദർ എന്നോട് പറയലുണ്ടായി എൻ്റെ മല്ലിക്കറിനെ കുറിച്ച്. അതാണിപ്പോൾ ഇവിടെ പറയാനുള്ള റീസണ്. അപ്പോൾ ഇത്രയും മല്ലിക്കറിയൊക്കെ ഉണ്ടാക്കി ഫേമസ് ആണെങ്കിലും ഈ 10 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്കിപ്പോൾ ഏകദേശം നല്ലതിലേക്ക് എല്ലാവരും കണ്ണിലൊക്കെ പൊടിയിടാൻ കണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. കുറച്ച് അധികം ആൾക്കാർ ഫുഡിനുണ്ടെന്ന് പറഞ്ഞാലും എന്നെക്കൊണ്ട് കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഞാനൊരു അടിപൊളി കുക്കാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇപ്പോഴും എൻ്റെ ഇടയ്ക്കൊക്കെ പാളാറുണ്ട്. പെർഫെക്റ്റായിട്ട് ചെയ്യാനൊക്കെ നോക്കലുണ്ട്. എന്നാലും ചില കാര്യങ്ങളിൽ പാളണ കാണാം. അപ്പോൾ അന്ന് എൻ്റെ വീട്ടിലത്തോരാണ് എന്നെ സഹിച്ചതെങ്കിൽ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തോരും എന്നെ സഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ലഞ്ചിനുള്ള ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണ്. ലഞ്ചിനുള്ള മെയിൻ ഫുഡായിട്ടുള്ള ചോറ് ഇതാ ആക്കിയാണ് ഇതിൻ്റെയൊക്കെ ഇടയിൽ. അപ്പോൾ അത് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്നത് വൈകുന്നേരമാണ്. ചപ്പാത്തി ഉപ്പാക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു 3-4 ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അധികം തന്നെ കറി ഉണ്ടാക്കുന്നുണ്ട്. രാവിലേക്കും അടുത്ത ദിവസം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ കുക്കിങ്ങിന് വിരാമിട്ടത് കുറച്ച് അധികം മുമ്പ് തന്നെ മേടിച്ച് വെച്ചാൽ മധുരക്കേങ്ങ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതും ഉണ്ടാക്കി കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് ഇതൊക്കെ ആയിരുന്നു ഉണ്ടായത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റൊക്കെ എന്തായാലും പറയാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.